TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമില്ലെന്ന സർക്കാരിന്റെയും സ്പീക്കറുടെയും അവകാശവാദം പൊളിഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കും മുൻപ് TP കേസ് പ്രതികളെ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കിയ 3 ജയിൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തു. അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്നും TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകില്ലെന്നും നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പും. വാക്കുകളിലേക്ക്. 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ജയിൽ സൂപ്രണ്ടിന്റെ പട്ടിക പുതുക്കി മാനദണ്ഡ പ്രകാരം പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് 3/6 36 തെറ്റായിട്ട് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു 3/6, അതായത് ഈ മാസം 3-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഒരു ഉത്തരവിറക്കി. ഇത് പുതുക്കി നൽകാൻ ഇവർക്ക് ശിക്ഷാ കാലയളവ് ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആൾ. അദ്ദേഹം ഒരു ഉത്തരവിറക്കി. ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊള്ളൂർ പോലീസും എന്തിന് രമയുടെ മൊഴിയെടുത്തു? അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു ദിവസം മുൻപാണ് പ്രതിപക്ഷം ഇത് അടിയന്തര പ്രമേയമായി സഭയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അങ്ങനെ ഒരു നീക്കം പ്രതികളെ രക്ഷപ്പെടുത്താനോ പുറത്തേക്ക് വിടാനോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ചുമതലയുള്ള സഭയുടെ നാഥനായ സ്പീക്കർ പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് TP ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്, എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ്. ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. അസഫ് അലി, മുൻ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തത്സമയം ചേരുന്നു. ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസിനെയും തത്സമയം സംസാരിക്കാനായി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ അസഫ് അലി, കാരണം ഇതിന്റെ പശ്ചാത്തലമൊക്കെ തന്നെ നമ്മുടെ മുന്നിലുള്ളതാണ്. 13-ാം തീയതിയാണ് ഈ ജയിൽ വകുപ്പ് പോലീസിനോട് റിപ്പോർട്ട് തേടി ഇത്തരത്തിലുള്ള ഒരു കത്ത് പുറത്തേക്ക് വരുന്നത്. ആ കത്ത് പുറത്ത് വന്നതിന് ശേഷം അന്ന് തന്നെ അതിനുശേഷം മാധ്യമ വാർത്തയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ ബൽറാം കുമാർ ഉപാധ്യായ ജയിലിന്റെ DGP ഉറപ്പ് നൽകിയതാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്ന്. പിന്നീട് നിയമമന്ത്രി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. സഭയിൽ പിന്നീട് അടിയന്തര പ്രമേയമായി ഈ വിഷയം വരുമ്പോൾ അങ്ങനെ ഒരു നീക്കമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അടിയന്തര പ്രാധാന്യം ഇല്ല എന്ന് ചട്ടം വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് പോലും മറുപടി പോകാതെ ഈ വിഷയത്തിൽ ഒരു ഏകപക്ഷീയ നിലപാടെടുത്ത സ്പീക്കറെ നമ്മൾ സഭയിൽ കണ്ടു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയാണ് അതിലൊക്കെയും മറുപടി പറയേണ്ടത്, ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല എന്നുകൂടി ഞാൻ അടിവരയിടുകയാണ്. ഇന്നിപ്പോൾ സഭയിൽ മുഖ്യമന്ത്രിയല്ല മറുപടി പറയുന്നത്, മുഖ്യമന്ത്രിക്ക് വേണ്ടി MP രാജേഷ് മറുപടി നൽകുന്നു, ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വിവരിക്കുന്നു. അപ്പോൾ ഈ നടപടിയിലേക്ക് വരുമ്പോൾ ഒന്നുമേ നടന്നിട്ടില്ല എന്ന് പറയുകയും പ്രധാനപ്പെട്ട 3 ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും എടുക്കുമ്പോൾ വസ്തുത എങ്ങനെ ജനം മനസ്സിലാക്കണം? ശ്രീ അസഫ് അലി. തടവുകാർക്ക് ശിക്ഷയിളവ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിൻ്റെ വളരെ പരമപ്രധാനമായ ഒരു നയപരമായ കാര്യമാണ്. CRPC 432, 433 അനുസരിച്ച് ഗവർണർ അധികാരം വേറെ, രാഷ്ട്രപതിയുടെയും ഗവർണർ അധികാരത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എക്സ്ക്ലൂസീവ് പവറാണത്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 2-3 ചർച്ചയിലൊക്കെ പങ്കെടുത്തതാണ്. അപ്പോൾ ഇത്രയും പരമപ്രധാനമായ ഒരു നയപരമായ വിഷയം സർക്കാരിൻ്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം, മന്ത്രിമാർ അറിയാതെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ തീരുമാനമെടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും. ഈ സംസ്ഥാനത്തെ മന്ത്രിമാരും എക്സിക്യൂട്ടീവ് നേതൃത്വം എല്ലാം
വെറും നോക്കുകുത്തികളായി അധികാരം മുഴുവനും ചില ഉദ്യോഗസ്ഥന്മാർക്ക് തീരെഴുതി കൊടുത്തു എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും ഗവൺമെൻറ് സമ്മതിക്കേണ്ടി വരും. അതല്ലേ സൂചിപ്പിക്കുന്നത്? ഇങ്ങനെ തീയില്ലാതെ പുക വരില്ല. ഈ തീരുമാനം രാഷ്ട്രീയ നേതൃത്വം എടുത്തതാണ്. മാധ്യമങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അതിശക്തമായ എതിർപ്പുണ്ടായപ്പോൾ ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾക്ക് ഗുജറാത്ത് സർക്കാർ എടുത്ത തീരുമാനത്തിന് സമാനമാണ്. TP ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ഉന്നത നേതാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു ഭീകര പ്രവർത്തനത്തിൽ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും കൺകറന്റായി ഒരുപോലെ ശിക്ഷ ശരിവെച്ച കേസിൽ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാൻ ഒന്ന് നിയമപരമായി അത് നിൽക്കില്ല. CRPC 433A വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികൾ 14 കൊല്ലം തടവ് കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിൻ്റെ ഈ അധികാരം പോലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നിയമപരമായി അനുവദിക്കാൻ പറ്റാത്ത നിയമവിരുദ്ധമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ചില ഉദ്യോഗസ്ഥന്മാർ എടുത്തു എന്ന് പറയുന്നത്, അപ്പൊ കേരളത്തിൽ സർക്കാർ ഇല്ല. അതായത് അവിടെ ഞാൻ അനുബന്ധമായി അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. കാരണം ഈ മന്ത്രി തന്നെ ഇന്ന് സഭയിൽ പറഞ്ഞതനുസരിച്ച് ഹോം സെക്രട്ടറി 3/6 ഇത്തരത്തിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് നൽകിയെന്ന് പറയുന്നു. അതിനുശേഷം ജയിൽ DGP നേരിട്ട് ഇതിൽ നടപടി ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. നിയമമന്ത്രി പറയുന്നുണ്ട്, അപ്പോൾ സ്പീക്കർ പറയുന്നുണ്ട്. എന്നിട്ട് 13/6 കത്ത് സൂപ്രണ്ടിന്റെ പോലീസ് റിപ്പോർട്ടിനായി പോകുന്നുണ്ട്. അതിനുശേഷം 21/6 നോക്കൂ, KK രമയുടെ മൊഴി രേഖപ്പെടുത്താനും KK രമയെ 21/6 നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച് ചോദിക്കുകയാണ്. പിന്നെ ട്രൗസർ മനോജുമായി ബന്ധപ്പെട്ട് 22/6 KK രമ MLA മൊഴി നേരിട്ട് പോയി പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും വിവാദ ചുഴിയിൽ നിൽക്കുമ്പോൾ പോയി ഈ മൊഴി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ സംവിധാനത്തെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോലീസും 1, 2, 3 ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ നടപടിക്രമങ്ങൾ. അതും ഹൈക്കോടതി ഉത്തരവ് പബ്ലിക് ഡൊമൈനിൽ നിൽക്കുമ്പോൾ എന്നോർക്കണം. ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ചു പോകാൻ എന്ത് ഒരു സവിശേഷ സാഹചര്യമാണുള്ളത്? അത്രത്തോളം പ്രബലരാണോ പ്രതികൾ? അതോ ഈ ആഭ്യന്തര വകുപ്പൊന്നും അറിയാതെ ഈ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ചെയ്യുമോ? അതിനൊക്കെ മറുപടി വേണ്ടതല്ലേ ശ്രീ അസഫ് അലി? ഈ മൊഴി രേഖപ്പെടുത്തുക, റിപ്പോർട്ട് എടുക്കുക എന്നതെല്ലാം ഫോർമാലിറ്റിയാണ്. ഇതിന്റെ കോസ്, ഇതിന്റെ സോൾ, അതിന്റെ ശരിയായ കാരണം, ശരിയായ ഉറവിടം എവിടെയാണ്? ഈ പ്രപ്പോസൽ ഇവിടെ നിന്ന് വന്നു, ഈ മൊഴി റെക്കോർഡാക്കുക, അതിൻ്റെ എൻക്വയറി നടത്തുക, ഇതൊക്കെ ഒരു നടപടിക്രമങ്ങൾ മാത്രമാണ്. ഇങ്ങനെ ഒരു നിർദ്ദേശം എവിടെ നിന്ന് വന്നു? ഇത് കേരളീയ സമൂഹത്തെ പുച്ഛിക്കുകയാണ്, പരിഹസിക്കുകയാണ്. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ ഇങ്ങനൊരു ആശയം ഉദിക്കുമോ? ഇല്ല. ഈ ആശയം എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബഹുമാന്യനായ റജി ലുക്കോസിനെ കുറിച്ച് ശരിയില്ലെന്ന് പറഞ്ഞു. ഇതിവിടെ ഈ TP ചന്ദ്രശേഖരന്റെ പദം ഒരു ടെററിസ്റ്റ് ആക്റ്റാണ്. ആ ടെററിസ്റ്റ് ആക്ടിനെ ആരംഭം മുതൽ ശരിവെക്കുകയും ആ ടെററിസ്റ്റുകളായ പ്രതികൾക്ക് എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുക്കുകയും അവർക്ക് ഇഷ്ടംപോലെ പരോൾ അനുവദിക്കുകയും അവർക്ക് നിയമസഹായം നൽകുകയും ആ പരോൾ പീരീഡിൽ അവരെല്ലാം സുഖജീവിതം വളരെ ലക്ഷൂറിയസ് ആയി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും സുഖചികിത്സ നൽകുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ നേതൃത്വമാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അപ്പൊ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിയാതെയാണ് ഉദ്യോഗസ്ഥന്മാർ ഇത്ര പ്രധാനപ്പെട്ട ഒരു നയപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു, അതിന്റെ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യുന്നു, മൊഴി റെക്കോർഡാക്കുന്നു, എന്നിട്ട് തീരുമാനം യാഥാർത്ഥ്യമാകാൻ പോകുമ്പോഴേക്ക് കള്ളനെ കൈയോടെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊന്നും അറിയില്ല നാരായണ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. ഇത് ശരിക്കും പ്രതി CPM ആണ്. CPM പാർട്ടി എടുത്ത ഒരു തീരുമാനം സർക്കാരിനെ കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ അതിശക്തമായ ജനകീയ വികാരം ആളിക്കത്തി. അസംബ്ലിക്കകത്ത് പുറത്തും പ്രതിപക്ഷവും കേരളീയ സമൂഹവും ഒന്നടങ്കം പ്രതിഷേധിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? ഒരു കാര്യം CPM സമ്മതിക്കണം, ഉദ്യോഗസ്ഥന്മാരുടെ നിന്നാണ് ഈ ആശയം വന്നത്, ഈ നിർദ്ദേശം വന്നത്. അവരാണ് ഈ ആശയത്തിന്റെ തീരുമാനമെടുത്തത്. ആ തീരുമാനപ്രകാരമാണ് എൻക്വയറി നടത്തിയത്, മൊഴി റെക്കോർഡാക്കിയത്. പുച്ഛമല്ലേ?
ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുണ്ടായിരിക്കുന്ന ഒരു സംവിധാനത്തിൽ അവരറിയാതെ ഉദ്യോഗസ്ഥന്മാർ ഇത്ര പരമപ്രധാനമായ ഒരു അങ്ങനെയെങ്കിൽ ഈ സംവിധാനം, ഈ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ് പോയി കിടക്കുകയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കാരണം ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്മാർ, കാരണം സർക്കാരിനെ പോലും കരിവാരി തേക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അറിഞ്ഞിരിക്കണം. 1-2 ഉദ്യോഗസ്ഥർ വഴിയല്ല ഇതിന്റെ സ്ക്രീനിങ് പോകുന്നത്, നമുക്കറിയാം. അപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവുള്ള സ്ഥിതിക്ക് ജയിൽ മാനുവൽ മാത്രമല്ല, നമ്മൾ നിയമസഭ തന്നെ പാസ്സാക്കിയിട്ടുള്ള ഒരാളെ വിട്ടയക്കണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ തന്നെ ഒരു നിയമമുള്ള സ്ഥിതിക്ക് അതിനെ ബൈപ്പാസ് ചെയ്യുന്നു. അതൊരു വേറൊരു വിഷയമായി മാറുന്നു. ഈ കേസിന്റെ കോണ്ടസ്റ്റ് വെച്ച് ഹൈക്കോടതി പറഞ്ഞ ഒരു ഉത്തരവ് നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊന്നും മാനിക്കാതെ, ഇതൊന്നും ഗൗരവമേറിയ വിഷയമേ അല്ലാതെ എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ ഇത് സെൻസിറ്റീവ് ആവുമെന്ന് മനസ്സിലാക്കി തിരിച്ചടി ഉണ്ടാകുമെന്ന് ബോധ്യമുള്ള ഉദ്യോഗസ്ഥർ മാത്രം അങ്ങനെ ചെയ്യുമോ? ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ ശ്രീ അസഫ് അലി? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒന്നുകിൽ CPM ഒരു കാര്യം സമ്മതിക്കണം, സംസ്ഥാനത്ത് നടക്കുന്ന ഭരണം ചില ഉദ്യോഗസ്ഥന്മാർ മാത്രം അവർ തീരുമാനിച്ച് അവർ നടപ്പിലാക്കുന്നതാണ്. രാഷ്ട്രീയ നേതൃത്വം ഇതിലൊന്നും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ശിക്ഷ ഇളവ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു കേസ് പിൻവലിക്കണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ നടക്കുമോ? സെക്രട്ടേറിയറ്റിലെ ഭരണ സംവിധാനത്തിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്ക് ഫയൽ വരണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മന്ത്രിയുടെ ഒപ്പില്ലാതെ ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് കിട്ടുന്ന, ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് ഒരു ഹർജി കൊടുക്കുന്നു, ഇന്ന് പ്രതിക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കണം, ആ ഹർജി ആഭ്യന്തര സെക്രട്ടറിക്കോ അല്ലെങ്കിൽ SP-ക്കോ DGP-ക്കോ പോലീസിനോ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുമോ? ഇത് എവിടെ വരെ എത്തി? അതിലെ വിക്ടിമായ രമയുടെ മൊഴി വരെ റെക്കോർഡാക്കി. അത് തീരുമാനം നടപ്പിലാവാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് ഞങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സമ്മതിക്കണം. കേരളത്തിന്റെ ഭരണകൂടം എന്ന് പറയുന്നത് ചില ഉദ്യോഗസ്ഥന്മാരാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു നോക്കുകുത്തിയായി നിൽക്കുകയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും ആദ്യം, ഈ സസ്പെൻഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പായി. അതല്ലേ മനസ്സിലാക്കുന്നത്? ഇത്രപരമായ ഒരു കാര്യം, അത് ഇല്ലീഗലാണ്. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ റെജി ലൂക്കോസ്, അതായത് ഹോം സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാരണം DGP-യേക്കാൾ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനായി കണക്കാക്കണം സംസ്ഥാന പോലീസിന്റെ. അപ്പോൾ ഹോം സെക്രട്ടറിയുടെ ഒരു ഉത്തരവ്, പിന്നീടുള്ള ഓരോ ജയിൽ DGP തന്നെ പറയുന്നുണ്ട്, സംസ്ഥാന മന്ത്രിമാർ പറയുന്നുണ്ട്, സ്പീക്കർ തന്നെ പറയുന്നതാണ്. അങ്ങനെ ഒരു നീക്കമേ നടന്നിട്ടില്ല. നോക്കൂ, ഈ ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ നീക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ സംവിധാനം. അപ്പോൾ അവിടെ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ മാത്രം അതിന്റെ വിവരങ്ങൾ ഉള്ള ആ ഒരു ടെറിട്ടറിയിൽ നിൽക്കേണ്ട സ്പീക്കർ തന്നെ പറയുകയാണ് ഇതൊന്നുമേ നീക്കവും നടന്നിട്ടില്ല. സഭയിലാണ് പറയുന്നത്, ഔദ്യോഗിക രേഖയാണത്. അതിനുശേഷം അങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത്? അപ്പോൾ എന്തോ നീക്കം നടന്നു എന്ന് സമ്മതിക്കുകയല്ലേ? ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലേ? മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു മറുപടി ഇല്ലേ ശ്രീ റെജി ലൂക്കോസ്? അപ്പോൾ കണ്ണിൽ പൊടിയിട്ട് കണ്ണടച്ചിരുട്ടാക്കുകയാണോ ഈ വിഷയത്തിൽ? അതോ പ്രബലരാണോ, നിയമത്തിന് മുകളിലേക്ക് സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ളവരാണോ ഈ ട്രൗസർ മനോജും ഈ അണ്ണൻ സുജിത്തും ഒക്കെ? പ്രതീക്ഷ, വാസ്തവത്തില് ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക്, അത് ഏത് രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്കായാലും ജയിൽ ശിക്ഷയിൽ ഇളവ് നൽകാനായിട്ടുള്ള സർക്കാരിന്റെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശം അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് മുമ്പുള്ള പ്രൊസീജിയേഴ്സ് എന്നാണെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ച നടത്തുന്നത്. ആദരണീയനായ ആസിഫ് അലി സാറിന് എന്നേക്കാൾ അക്കാര്യത്തിൽ നിയമപരിജ്ഞാനമുണ്ട്. കാരണം അദ്ദേഹം UDF കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു. കേരളം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന അഭിഭാഷകനാണ് സാറ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എന്താണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്? നിങ്ങൾ അറ്റവും മുറിയിൽ മാത്രം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യരുത്. വാസ്തവത്തിൽ ഇതെന്താണ് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രൊസീജിയർ എന്താ? ജില്ലാ ജഡ്ജി അടങ്ങുന്ന ഒരു സമിതിയാണ്, ഒരു ജയിൽ ഉപദേശ സമിതിയാണ് ആർക്കൊക്കെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അവർ നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല, അവർക്ക് തീരുമാനിക്കാൻ പാടില്ല, അവർ നിർദ്ദേശം കൊടുക്കാം. അങ്ങനെ 54 പേരടങ്ങുന്ന ഒരു ലിസ്റ്റ്. ആ 54 പേരിൽ 3 പേരാണ് ഈ TP ചന്ദ്രശേഖരൻ ഈ 3 പ്രതികൾ. അത് ജയിൽ സൂപ്രണ്ടിന് സമർപ്പിച്ചു. ജയിൽ സൂപ്രണ്ടിന്റെ ജോലി എന്താ? അത് കിട്ടിയാൽ ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഉന്നതങ്ങളിലുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് അത് പാസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഈ ലിസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഈ കഴിഞ്ഞ 3-ാം തീയതി, ഈ മാസം 3-ാം തീയതി, ഈ വാർത്തയൊക്കെ വരുന്നതിന് 10-15 ദിവസങ്ങൾക്ക് മുമ്പ് 3-ാം തീയതി തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി
പിന്നെ ജില്ലാ ജയിൽ സൂപ്രണ്ടിനും അതിന്റെ മേധാവികൾക്കും റെഫറൻസ് കൊടുത്തു. ഈ 3 പേരെങ്ങനെയാണ് അത് കടന്നു വന്നത്? ഇത് ശിക്ഷ ഇളവ് കൊടുക്കാൻ പാടില്ലാത്തവരെ എങ്ങനെയാണ് നിങ്ങൾ ലിസ്റ്റിൽപ്പെടുത്തിയത്? അതിന്റെ ആ ഔചിത്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആ സംവിധാനത്തിൽ നിന്നും വരുന്ന ആ തിരുത്തൽ നടപടിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ആർക്കാണ് ഇത്ര താല്പര്യം? താങ്കൾ പറഞ്ഞല്ലോ പ്രൊസീജിയറൊക്കെ നന്നായിട്ടറിയാം. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ഇളവിന് യോഗ്യരാകേണ്ടത്, അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ നാക്ക് കഴിച്ചു പോകും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാം. നമ്മൾ എത്രയോ സമയം ചർച്ചയാണ്. ഞാൻ ഈ പറഞ്ഞ ഹോം സെക്രട്ടറിയുടെ 3/6 ആ തിരുത്തൽ പ്രക്രിയയെ മാത്രം നോക്കുക. അതിനുശേഷം 21/6 22/6 ഇരയായ വ്യക്തിയിൽ നിന്നും എന്തിനാണ് ഈ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തുനിഞ്ഞത്? അത് അപകടകരമായ ഒരു ദുസൂചനയല്ലേ ശ്രീ റെജി ലൂക്കോസ്? അപ്പോൾ അത് ആഭ്യന്തര വകുപ്പാണ് അവിടെ ഉത്തരം പറയേണ്ടത്. പോലീസ് സംവിധാനമാണ് പോയിരിക്കുന്നത് മൊഴിയെടുക്കാൻ. ഇതാ പറഞ്ഞത്, ഒരു സർക്കാരിനെ അപമതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാർത്തകൾ വളച്ചൊടിക്കുക എന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറ് ഞാനും പങ്കെടുത്ത മറ്റൊരു ചാനൽ ചർച്ചയിൽ ഈ വിഷയം ഉണ്ടായതിന്റെ പിറ്റേന്നാണോ അന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഈ 2 ദിവസത്തിനുള്ളിലാ ബഹുമാനപ്പെട്ട കെ കെ രമ MLA ആ ചർച്ചയിലുണ്ടായി. ഞങ്ങൾ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചർച്ചയിൽ കെ കെ രമ MLA, ഇത് ഏതായാലും ഡോക്യുമെന്റ് ആണല്ലോ, ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട കെ കെ രമ MLA ആ ആങ്കറുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞൊരു ഉത്തരവുണ്ട്. അത് തന്നെ ഇതിന്റെ ഈ വാർത്തയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു പറയുന്നത് അവർ അറിഞ്ഞോ അറിയാതെ പറഞ്ഞു പോയതാ. അവര് പറഞ്ഞത് ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ വീട്ടിലില്ലാത്തതിന്റെ കൊണ്ട് അന്ന് ചർച്ച നടന്ന ദിവസം വീട്ടിൽ വെച്ച് കാണാമെന്ന് അവർ പറഞ്ഞു. വിഷയം ഇതായിരുന്നു. കൂടാതെ കണ്ട് അവരുടെ അയൽവാസികളോടും പോയി ചോദിച്ചു. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? തന്റെ ഭർത്താവിനെ കേരളം ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെട്ട TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ നേരത്തെ തന്നെ ശിക്ഷാളവ് നൽകി, കോടതി വിധിക്കൊക്കെ വിരുദ്ധമായിട്ട് ശിക്ഷാളവ് നൽകി ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം പോലീസ് വിളിച്ചു ചോദിച്ചപ്പോൾ അത് ഈ വാർത്ത വരുന്നതിന് മുമ്പ് ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ പോലീസ് ബന്ധപ്പെട്ടിട്ടുള്ളത് അവർ വെളിപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യം ഞാൻ ആ ചർച്ചയിൽ പലതവണ ഉന്നയിച്ചു. പക്ഷെ അവരതിന് മറുപടി പറഞ്ഞില്ല. ആസിഫ് അലി സാർ കുറച്ച് വൈകി എത്തിയേ, പക്ഷെ അതേ ഉള്ളപ്പോഴും ഞാൻ ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പൊ ഇനി ഒരു കാര്യം മനസ്സിലായില്ലേ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടായിട്ടില്ല. അത് അവർക്കും അറിയാം. അതിനുശേഷം പറയാത്തത് കൊണ്ടോ കെ കെ രമ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കാത്തത് കൊണ്ടോ ഇതിലെ മറ്റ് സംശയങ്ങളൊന്നും അതൊന്നും വെച്ച് പിടിവള്ളിയാക്കി ശ്രീ റെജി ലൂക്കോസ് അതിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കരുത് ദയവായി. ഇവിടെ സർക്കാരിന്റെ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൽ കൊടും കുറ്റവാളികളായ അങ്ങേയറ്റത്തെ ക്രിമിനലുകളായിട്ടുള്ള ഈ TK രജീഷിന്റെ എതിരെയുള്ള കേസുകൾ വീണ്ടും ഈ കുഞ്ഞാടൊന്നുമല്ല, സ്വാതന്ത്ര്യസമര സേനാനിയായിട്ട് ഇവിടെ ഫൈറ്റ് ചെയ്ത് ജയിലിലേക്ക് പോയവരല്ല. ഒരു പച്ച മനുഷ്യനെ വെട്ടി 51 ഇഞ്ചായി വെട്ടി കൊലപ്പെടുത്തിയ ഈ പറയുന്ന സമൂഹത്തിന് തന്നെ തീരാത്ത ഒരു വൈറസായി മാറിയിട്ടുള്ള കുറച്ച് ആളുകൾ, അവർ ഈ പട്ടികയിൽ ഈ ഇളവ് തേടേണ്ട ആളുകളെ കുറിച്ച് വ്യക്തമായി മാനദണ്ഡങ്ങൾ നമ്മുടെ നിയമസഭ തന്നെ രൂപീകരിച്ച ആ പട്ടികയിൽ ഇവർ എങ്ങനെ ഇടം നേടി? അതിന് ഉത്തരവാദികൾ ആരാണ്? അതിന് ഈ സംവിധാനത്തിന് ഉത്തരവാദിത്തമില്ലേ? അതിന് മറുപടി പറയാനില്ലേ? അതോ സഭയുടെ നാഥൻ അങ്ങ് ഏകപക്ഷീയമായി പറയാണ് അങ്ങനെ ഒരു നീക്കമേ നടന്നിട്ടില്ല? പക്ഷെ ഇന്നത്തെ നടപടിയോടുകൂടി ആ വാക്കുകൾ പൊള്ളയെന്നല്ലേ ശ്രീ റെജി ലൂക്കോസ് നമ്മൾ ചിന്തിക്കേണ്ടത്? പിന്നെ മാത്രമല്ല, ഇതൊരു യാദൃശ്ചികത എന്ന് പറഞ്ഞാൽ കൂടി ഇതേ യാദൃശ്ചികതകൾ കഴിഞ്ഞ 12 വർഷങ്ങളായി ഒന്നൊന്നായി ഇങ്ങനെ ഈ പ്രതികളുടെ കാര്യത്തിൽ പല പല യാദൃശ്ചികകളും കേരളം എങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതും റെജി ലൂക്കോസ് മറന്നു പോകരുത്. അല്ല, അതിനകത്ത് 2 വസ്തുതകളുണ്ട്. അതുകൂടെ അവർ കൂട്ടിച്ചേർത്ത് വേണം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതായത് ഇവരെങ്ങനെ അതിനകത്ത് കടന്നുകൂടി എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് ജയിൽ ഉപദേശ സമിതിയാണ്. ജയിൽ ഉപദേശ സമിതി എങ്ങനെയാണ് ഈ കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത്? അവർ ജയിലിൽ പോയി ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇവരുടെ അവിടുത്തെ ഡേ ബൈ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള റിവ്യൂ എല്ലാം കണ്ടതിന് ശേഷമാണ് അവർ തീരുമാനിക്കുന്നത്. ഇനി ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം രജിസ്റ്ററിനോട് ചോദിക്കാം. ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറും ഇത് ചർച്ച പങ്കെടുക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ ഹൈക്കോടതി ഈ പ്രതികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2ാമത്തെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന എന്താ? 20 വർഷത്തേക്ക് അവർക്ക് ശിക്ഷാളവ് പോലും നൽകാൻ പാടില്ല എന്ന് കൃത്യമായ രീതിയിൽ ആ വിധി വന്നിട്ട് മാസങ്ങളേ ആയുള്ളൂ. അങ്ങനെയുള്ള ഒരു കേസിലെ പ്രതികൾക്ക് ഒരു ഗവൺമെന്റ് മനസ്സ് വെച്ച് എങ്ങനെയാണ് ഈ ശിക്ഷാളവ് നൽകുക എന്നുള്ള ചോദ്യം അവിടെ നൽകിക്കുന്നില്ലേ? അപ്പൊ വളരെ വ്യക്തമല്ല. ഇന്ന് 3 ഉദ്യോഗസ്ഥരെ, അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, അസിസ്റ്റന്റ് മറ്റൊരു ഉദ്യോഗസ്ഥരുടെ കൂടി 3 പേരെ മുഖ്യമന്ത്രി സസ്പെൻഷൻ നടത്തിയതോടുകൂടി തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞില്ലേ ആഭ്യന്തര വകുപ്പിന്റെ ആ റിപ്പോർട്ടും അതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടും ഈ പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആണെന്നും നിയമസമിതിയെ അതിലംഘിച്ചുകൊണ്ട് ഇങ്ങനെ തീരുമാനം എടുത്താൽ ഗവർണർ ഒപ്പിടാതെ കണ്ട് ഈ എമിഷൻ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ പറയുന്ന ശിക്ഷ ഇളവ് ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? അതെല്ലാം നമ്മുടെ മുമ്പിൽ നിയമമായിട്ടുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ രീതിയിൽ ഈ സർക്കാരിനെ ഇതുപോലെ തന്നെ വളച്ചുകെട്ടി ആക്രമിക്കുന്നത്? അതാണ് ഞങ്ങൾ പറയുന്നത്. ഇതിന്റെ വസ്തുതകള്
മനസ്സിലാക്കാതെ കൊണ്ട് അല്ലെ മനസ്സിലാക്കിയിട്ടും ഈ ഗവൺമെന്റിനെ എന്താ പറയാ ഈ നമുക്ക് അടിയന്തരമായ ഇടവേള എടുത്ത ശേഷം നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്താം. ചർച്ചയിലേക്ക് തിരികെ ടി അസംബ്ലി സാർ അങ്ങേക്ക് കോടതിയിലേക്ക് കയറേണ്ടതാണ്, അറിയാം. അതുകൊണ്ട് അധിക സമയം എടുക്കില്ല. അവസാനമായി ഒരു ചോദ്യം. ഇതിലൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ വ്യക്തമായിട്ട്. നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മാർഗനിർദ്ദേശങ്ങൾ, ജയിൽ മാനുവൽ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ റെജി ലൂക്കോസിനെ പോലെയുള്ള ഇടത് അനുഭാവികളൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ജയിൽ ഉപദേശക സമിതിയുടെ റോള് സംബന്ധിച്ച്. അവരപ്പോഴും കോട്ട് ചെയ്യുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട റോളാണ്. മറ്റൊന്ന്, ഈ സംഭവത്തിന്റെ നീക്കങ്ങൾ നടന്നതിന് ശേഷമൊക്കെ തന്നെ വളരെ ഉദ്യോഗസ്ഥലങ്ങളിലേക്ക് മാത്രം ഇതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതൊരു വിവാദമാകുമ്പോൾ വരുന്നതും. രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഭരണ നേതൃത്വം ഒക്കെ പറയുമ്പോൾ ഉദ്യോഗസ്ഥരിലേക്കാണ് ഈ പന്ത് തട്ടിവിടുന്നത്. അത് ശരിയാണ്. കാരണം CPM-ന്റെ ഒരു നേതാവ് ഇത് വിവാദമാകുന്ന ആ ദിവസം ആദ്യം സംസ്ഥാന സമിതിയിൽ ഒരു നേതാവ് വന്ന് പറഞ്ഞത് ഈ ഉത്തരവ് ജയിൽ വകുപ്പിന് മുന്നിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് സ്വീകരിച്ചു. അങ്ങനെ ഓരോരോ ന്യായങ്ങളാണ് ഈ സംഭവത്തിൽ നിരത്തിയത്. ഇന്ന് അതിനുശേഷം ഇത് സഭയിലേക്ക് എത്തുമ്പോൾ അവിടെയും ആ സ്പീക്കർ തള്ളിക്കളയുന്നത് കണ്ടു. അടിമുടി ദുരൂഹതകളാണ് ഓരോ സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ കേസിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഈ നിയമത്തിൻ്റെ ഈ ആനുകൂല്യത്തെയും ഒക്കെ തന്നെ ഇതിലേക്ക് വലിച്ചിടുമ്പോൾ നന്നായിട്ട് ഇക്കാര്യത്തെ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടോ ശ്രീ ടി അസഫ് അലി? ജയിൽ ഉപദേശക സമിതിയിൽ ആരല്ല ഉള്ളത്? അവിടുത്തെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആരാണെന്ന് അറിയുമോ? TP ചന്ദ്രശേഖരൻ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകൻ അതിൽ മെമ്പറാണ്. CPM-ന്റെ ഉന്നതനായ ഒരു നേതാവ് അതിൽ മറ്റൊരു മെമ്പറാണ്. ഇപ്പൊ ജയിൽ ഉപദേശക സമിതിയിലെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ സ്വാധീനം അതിൽ വളരെ പ്രകടമാണ്. അതിൽ ഒറ്റപ്പെട്ട ജില്ലാ ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയിൽ ഉപദേശക സമിതിയിലേക്ക് ഈ വിഷയം വരാൻ തന്നെ പാടില്ല. കാരണം ജയിൽ ഉപദേശക സമിതി ഡിസ്കസ് ചെയ്യേണ്ടത് ലീഗലി മാച്യൂർഡായ പ്രിസണേഴ്സിന്റെ കേസ് മാത്രമേ ജയിൽ ഉപദേശക സമിതിയിലേക്ക് വരാൻ പാടുള്ളൂ. ഇതിൽ ഈ ഹൈക്കോടതി വിധിയേക്കാളും ഉപരിയായി 433A എന്ന് പറയുന്നത് എന്താണ്? മർഡർ കേസിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ശിക്ഷ കൊടുത്തിരിക്കുന്ന ഒരാൾക്ക് 14 വർഷം പൂർത്തിയായാൽ മാത്രമേ ശിക്ഷ ഇളവ് ചെയ്യുന്ന വിഷയം ചർച്ച ചെയ്യാൻ പോലും പാടുള്ളൂ. അപ്പൊ ജയിൽ ഉപദേശക സമിതി ഹൈജാക്ക് ചെയ്തു CPM-ന്റെ നേതാക്കന്മാരായ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിക്ക് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകന്റെ മുമ്പിൽ ഇതുപോലൊരു നിർദ്ദേശം വന്നാൽ ഭൂരിപക്ഷം നോൺ ഒഫീഷ്യൽസ് ആണ്. അവിടെ ഈ ജില്ലാ ജഡ്ജിക്ക് എന്ത് വോയിസ്? കഴിഞ്ഞ ദിവസം എല്ലാവരും പറയുന്നു കേട്ടു, ജില്ലാ ജഡ്ജി സ്വന്തം ഇഷ്ടത്തിനാണോ ഈ അജണ്ട തയ്യാറാക്കുന്നത്? ഒന്നുമല്ല. ഇതിൽ പ്രധാനമായ ഒരു അന്വേഷണം വേണ്ടത് ഈ നിർദ്ദേശത്തിന്റെ ഒറിജിനാണ്. ഈ പ്രപ്പോസൽ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അതിന്റെ പ്രഭവ കേന്ദ്രം, ആ പ്രഭവ കേന്ദ്രം പരിശോധിച്ചാൽ ഒന്നാം പ്രതിയെ പിടികിട്ടും. ആ പ്രഭവ കേന്ദ്രം CPM-ന്റെ ഉന്നത സ്ഥാനീയത്തിരിക്കുന്നവരിൽ നിന്നാണ്. അങ്ങനെ ആവാനേ വഴിയുള്ളൂ എന്ന് പറയാൻ സാധിക്കും. ഇന്നിപ്പോൾ MP രാജേഷ് ആണല്ലോ മറുപടി നൽകുന്നത്. ആ നൽകിയ മറുപടി, മാധ്യമങ്ങൾക്ക് അയച്ചെന്ന മറുപടിയിൽ ഞാൻ ഒരു കാര്യം വായിക്കുകയാണ്. അതായത് ശിക്ഷാ ഇളവിനെ പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഇക്കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നു. അതാണ് ഇവിടുത്തെ വലിയ വിഷയം ശ്രീ അസഫ് അലി. അതായത് ഈ കത്തുകൾ എങ്ങനെ മാധ്യമങ്ങൾക്ക് പോയി എന്ന ചിന്തയാണ്. ആലോചിച്ച് നോക്കണം. അതാണ് ശിക്ഷ ഇളവ്. ഇതിനേക്കാൾ ഏറ്റവും വലിയ കുറ്റം മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചെന്നുള്ളതാണ്. എന്ത് വിചിത്രമായ വാദമാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ഈ അസംബ്ലി പോലുള്ള വേദികളിൽ വെച്ച്. മന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ പേരിലാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ബിൽക്കിസ് ബാനു പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ആ ബിൽക്കിസ് ബാനു പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാൻ കേന്ദ്രം, ഗുജറാത്ത് സർക്കാർ, അതും ഇങ്ങനെ ആസാദിക്ക അതിന്റെ ആഘോഷത്തിലാണ്. ആ ആഘോഷത്തിന്റെ ഭാഗമായി മോഡിയുടെ അതേ പാതയല്ലേ കേരളത്തിലെ പിണറായി സർക്കാർ പിന്തുടരുന്നത്? ബിൽക്കിസ് ബാനു കേസിന്റെ പ്രാധാന്യം തന്നെയാണ് TP ചന്ദ്രശേഖരൻ കേസിലും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇതൊരു ടെററിസ്റ്റ് ആക്ട് ആണ്. അപ്പൊ ബഹുമാന്യനായ റെജി ലൂക്കോസ് സാർ പറഞ്ഞു അതെങ്ങനെ പറയാൻ പാടില്ല, ടെററിസ്റ്റ് ആക്ട് ആണ്. CPM ഒരു ടെററിസ്റ്റ് സംഘടനയാണ്. ഞാൻ പറഞ്ഞു UAPA സെക്ഷൻ 15
എന്താണ് ടെററിസ്റ്റ് ആക്ട് എന്ന് നിർവചിച്ചിട്ടുണ്ട്. സ്ട്രൈക്കിംഗ് ടെറർ or attempt to strike terror and causing death or injury by using bomb or any lethal weapon, അതാണ് ടെററിസ്റ്റ് ആക്ട്. TP ചന്ദ്രശേഖരൻ കേസിൽ കൃഷ്ണൻ പറയുകയാണ്, TP ചന്ദ്രശേഖരന്റെ തലച്ചോറ് പൂങ്കുല പോലെ തെരുവിൽ വിതറും. അങ്ങനെ വിതറിച്ചില്ല 52 വെട്ട് ഒരു മനുഷ്യനെ ഒരാട്ടിനെ അറക്കുമ്പോൾ നമ്മൾ ഓല കൊണ്ട് മറക്കും, ആള് കാണാതെ. തീർച്ചയായും വളരെ സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ ടി സമയക്കുറവുകൊണ്ടാണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിർത്തിയത്. അവസാനമായി കുറച്ച് സമയം കൂടിയുള്ള ശ്രീ റെജി ലൂക്കോസ്, ഹൈക്കോടതിയിലേക്ക് ഇക്കാര്യമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം. കാരണം എന്തായാലും ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ കൂടിയും ഈ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് KK രമ അടക്കം പോകുന്ന ഒരു സാഹചര്യത്തിലാണോ പെട്ടെന്ന് തിടുക്കപ്പെട്ട് സബ്മിഷന് മുൻപേ ഇങ്ങനൊരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? അല്ല, അത് ലോജിക്ക് ഇല്ലാത്തൊരു ആരോപണമാണ്. കാരണം എന്താ അറിയോ? കാരണം ഈ വാർത്ത പുറത്തു വരുന്നതിന് 21 ദിവസം മുമ്പ്, കൃത്യം 21 ദിവസങ്ങൾക്ക് മുമ്പ് 3-ാം തീയതി ഈ പറയുന്ന റിപ്പോർട്ടിൽ ഇവരെങ്ങനെ കടന്നുകൂടി അതിനെക്കുറിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി കത്ത് അയച്ചു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്ത് ഇന്റൻഷൻ അല്ലെങ്കിൽ എന്ത് താല്പര്യമാണ് സർക്കാരിനുള്ള ഇവർക്ക് ഇത് കൊടുക്കാനായിട്ട്? അത് തന്നെ വളരെ യുക്തിഭദ്രമായിട്ടുള്ള ചോദ്യമല്ലേ? ആ ഒരൊറ്റ കാര്യം മാത്രം മതി ഈ കാര്യത്തിലുള്ള ഈ വാർത്തകൾ, വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കി സർക്കാരിനെയും CPM-നെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് അവസാനത്തെ ഒരു പരമ്പരയുടെ ലാസ്റ്റ് കണ്ണിയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ കരുതാര്യത്തിൽ ഏൽപ്പിച്ചത് ഈ ഉദ്യോഗസ്ഥർ കൂടി ആയിരിക്കണം. അത് അങ്ങനെ സർക്കാരിനെ കരുതാര്യത്തേക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അതും ഗൗരവകരമാണ്. ശ്രീ റെജി ലൂക്കോസ്, 2011 ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഇതുപോലെ തന്നെ ലിസ്റ്റ് കാലങ്ങളായിട്ട് ഇത് വരുന്നതാണ്. ഇത് അതിനായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഇത്ര ലിസ്റ്റ് വന്നപ്പോൾ അന്ന് ഇതുപോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത അതിനകത്ത് 2 പ്രതികൾക്ക് വരുന്നു പറഞ്ഞുകൊണ്ട് അന്ന് ഗവർണർ അത് നിഷേധിച്ചു. ഈ ഗവർണർ ഒപ്പിടാണ്ട് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നതിന് പിന്നെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാതെ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഇവർക്ക് ശിക്ഷകൾ കൊടുക്കാൻ സാധിക്കുക? അത് മാത്രം പോരെ ഈ ആരോപണം തട്ടിപ്പാന്നറിയാൻ വേണ്ടിയിട്ട്. അതല്ലേ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്? ഈ 3-ാം തീയതി ലെറ്റർ പോയി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഇതിന്റെ ആരോപണങ്ങളുടെ മുനയൊടിച്ചില്ലേ? പിന്നെ KK രമ തന്നെ എടുത്ത വിവരം ചോദിച്ചപ്പോൾ പുറത്തു പറയാതാണ് മൂടി വെച്ചതെന്തിനാ? സത്യം അവർക്ക് അറിയാമായിരുന്നു. ശരി, വളരെ നന്ദി റെജി ലൂക്കോസ്. ഒപ്പം തന്നെ ടി അസഫലി ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയതിന്, അങ്ങനെ സഭയിൽ ഈ സംഭവം സബ്മിഷനായി വരുന്നതിന് തൊട്ടു മുൻപേ TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാളവ് നൽകാൻ നീക്കം നടത്തിയ 3 ജയിൽ ഉദ്യോഗസ്ഥർക്കാണ് നടപടി സ്വീകരിച്ചത്.